ഫെബ്രുവരി 15-ാം തീയതി തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്ക രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലെത്തുന്ന ഭ്രമയുഗം എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തീകരിച്ചു. 2 മണിക്കൂറും 20 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. ക്ലീൻ UA സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നേടാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ സെൻസർ റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അല്പം ഭീതി നിറച്ച ക്വാളിറ്റിയുള്ള സിനിമയായിരിക്കും ഭ്രമയുഗം. അതോടൊപ്പം തന്നെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഈ ഒരു ചിത്രത്തിലുള്ളൂ. 5-6 കഥാപാത്രങ്ങൾ. ഈ ഒരു മൂവി റിലീസാവുന്നതോടുകൂടെ ക്വാളിറ്റി കൊണ്ട് പാൻ ഇന്ത്യ ലെവലിൽ ചർച്ചയാവാൻ സാധ്യതയുള്ള മൂവിയാണ് ഭ്രമയുഗം. 2 മണിക്കൂറും 20 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞു. മമ്മൂക്കക്ക് സ്ക്രീൻ ടൈം കുറവാണെന്നും കൂടെ സെൻസർ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. മമ്മൂക്ക മുമ്പും സ്ക്രീൻ ടൈം കുറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പോക്കിരാജൊക്കെ അത്തരത്തിലുള്ള ഒരു മൂവിയായിരുന്നു. സെക്കൻഡ് ഹാഫിലായിരുന്നു മമ്മൂക്കയുടെ വിളയാട്ടം കണ്ടത്. ഇനി ചിത്രം പ്രേക്ഷകർ കണ്ട് അവർക്ക് ഈ ഒരു ചിത്രം എൻജോയ്മെന്റ് ചെയ്ത് കണക്റ്റ് ആയാൽ നല്ലൊരു കളക്ഷൻ നേടുന്ന സിനിമയായി തീരാൻ ഭ്രമയുഗം മൂവിക്ക് സാധിക്കും. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, തമിഴിൽ നിന്നും അതുപോലെ തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ള കളക്ഷൻ നേടും. പിന്നെ ഈ ഒരു മൂവി പക്ക ഒരു മാസ് മൂവി മൂഡിലല്ല ഈ ഒരു ചിത്രം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. റിയലിസ്റ്റിക് മൂഡിലാണ്. അത്തരം മൂവിയെല്ലാം തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഈ ഒരു മൂവിയും വർക്കാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ചിത്രത്തിൻ്റെ ജോണർ ശരിക്കും മനസ്സിലാക്കിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആരൊക്കെ ഭ്രമയുഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്.